ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട് വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾ സീസൺ ഫണ്ട്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻവെസ്റ്റർക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട്സ് ആയിരുന്നു ഓൾ സീസൺ ഫണ്ട്സ്. അതുപോലെ തുടക്കക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ട്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീസണൽ ഫണ്ട്സ് ആണ്. എന്തൊക്കെയാണ് ഈ സീസണൽ ഫണ്ട്സിന്റെ അണ്ടറിൽ വരുന്നത്? സ്മോൾ ക്യാപ് ഫണ്ട്, സെക്ടറൽ ഫണ്ട്, തീമാറ്റിക് ഫണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്തരം ഫണ്ട്സ് കേൾക്കുമ്പോൾ പലർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. കാരണം എന്താ, ഈ ഫണ്ട്സിനൊക്കെ വലിയ റിട്ടേൺസ് തരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ഡൗട്ട് വരും, അല്ലെ ഈ ഹൈ റിട്ടേൺ കിട്ടുന്ന ഈ സീസണൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതോ ഒരു സ്റ്റേബിൾ റിട്ടേൺ കിട്ടുന്ന നമ്മുടെ ഓൾ സീസൺ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ അത് മനസ്സിലാക്കാം, ഏത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതൊക്കെ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണം, കാരണം നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കോണ്ടന്റ് ഈ ചാനലിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ സീസണൽ ഫണ്ടിന്റെ അണ്ടറിൽ വരുന്ന ഫണ്ട്സിനെ പറ്റി മനസ്സിലാക്കാം. നമ്പർ 1, സ്മോൾ ക്യാപ് ഫണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്താണ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്, മിഡ് ക്യാപ് സ്റ്റോക്സ്, ലാർജ് ക്യാപ് സ്റ്റോക്സ് എന്നൊക്കെ അല്ലെ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് ക്യാപ് റാങ്ക് അനുസരിച്ച് 251 റാങ്ക് തൊട്ട് ഉള്ള കമ്പനീസ്, അങ്ങോട്ടുള്ള എല്ലാ കമ്പനീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഈ സ്മോൾ ക്യാപ് ഫണ്ട്. അതായത് സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് സ്മോൾ ക്യാപ് ഫണ്ട്സ്. ഫണ്ട് മാനേജർ നെറ്റ് അസറ്റിന്റെ 65% സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അതാണ് സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഒരു 1000-ൽ കൂടുതൽ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഉണ്ട്. അപ്പം എല്ലാ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ഒന്നും ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യമല്ല. അപ്പൊ ഫണ്ട് മാനേജർ ഡിസൈഡ് ചെയ്യും ഏത് സ്റ്റോക്സ് ആണ് ഇൻവെസ്റ്റ്മെന്റിന് അനുയോജ്യം. എന്നിട്ട് അത്തരം സ്റ്റോക്സ് അദ്ദേഹത്തിന്റെ അനാലിസിസിലൂടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ പിക്ചറിൽ കാണാം, സ്മോൾ ക്യാപ് ഫണ്ടിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുന്ന ടൈമിൽ ചില വർഷങ്ങളിൽ, അതായത് 2014 BSE സ്മോൾ ക്യാപ് ഇൻഡെക്സ് ലാർജ് ക്യാപ്പിനെയും അതുപോലെ തന്നെ മിഡ് ക്യാപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 70%, അതായത് 70% അടുത്ത് റിട്ടേൺസ് തന്നിരുന്നു. ആ ഒരു വർഷം നിപ്പോൺ സ്മോൾ ക്യാപ് ഫണ്ട് 96% റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് വരും. പക്ഷേ ഇതിനൊരു വേറൊരു വശം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാം, എല്ലാ വർഷവും ഈ സ്മോൾ ക്യാപ്പ് നല്ല റിട്ടേൺസ് തന്നിട്ടില്ല. ചില വർഷങ്ങളിൽ, അതായത് മാർക്കറ്റ് വോളറ്റൈൽ അല്ലെങ്കിൽ ബീറിഷ് ആവുന്ന സമയത്ത് സ്മോൾ ക്യാപ് ഫണ്ട്സിനൊക്കെ നഷ്ടമാണ് സംഭവിച്ചത്. ഫോർ എക്സാമ്പിൾ 2008 മാത്രമായിട്ട് BSEന്റെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഏകദേശം 72.41% താഴേക്ക് പോയി. ആ വർഷം മാത്രമല്ല, വേറെ പല വർഷങ്ങളിലും സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കിനേക്കാളും മോശമായി പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അല്ലേ. ഈ പിക്ചറിൽ കാണാം നിങ്ങൾക്ക്. സ്മോൾ ക്യാപ്പിന്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും കമ്പയർ ടു ലാർജ് ക്യാപ് സ്റ്റോക്സ്. അതായത് എസ്പെഷ്യലി ഈ ഒരു ബീറിഷ് മാർക്കറ്റിൽ ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ ഒക്കെ ലിക്വിഡിറ്റി വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജർ വളരെ സൂക്ഷിച്ചാണ് സ്മോൾ ക്യാപ് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. സ്മോൾ ക്യാപ് സ്റ്റോക്കിന്റെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് കമ്പനി ഉണ്ടെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കമ്പനീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിനെ ലാർജ് ക്യാപ് സ്റ്റോക്സിനെയും മിഡ് ക്യാപ് സ്റ്റോക്സിനെ അപേക്ഷിച്ച് വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മാർക്കറ്റ് സൈക്കിളിലായിരിക്കും ഇത് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കുക. അപ്പം സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ അല്ലെങ്കിൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രിയും എക്സിറ്റും, അതായത് നമ്മൾ എപ്പോഴാണ് ഇതിൽ എൻട്രി ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുന്നത്, അതും രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഡെഫിനറ്റ്ലി വലിയൊരു റിട്ടേൺസ് തരാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഓൾ സീസണൽ ഫണ്ടിന്റെ കൂടെ ഈ സീസണൽ ഫണ്ട് ആയിട്ടുള്ള സ്മോൾ ക്യാപ് ഫണ്ടിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് നല്ലൊരു പൊട്ടൻഷ്യൽ, മൾട്ടി ബാഗ് റിട്ടേൺസ് തരാനുള്ള പൊട്ടൻഷ്യൽ ഡെഫിനറ്റ്ലി സ്മോൾ ക്യാപ് സ്റ്റോക്സിനുണ്ട്. വേറെ എന്തൊക്കെ ഫണ്ട്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക? നമ്പർ 2, സെക്ടറൽ ഫണ്ട്സ്. സെക്ടറൽ ഫണ്ട്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒരു പർട്ടിക്കുലർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് സെക്ടറൽ ഫണ്ട്സ്. ഏതൊക്കെയായിരിക്കും സെക്ടേഴ്സ്? ഫോർ എക്സാമ്പിൾ FMCG, IT, ബാങ്കിങ്, ഫാർമ എക്സെട്ര. അപ്പൊ ഇത്തരം സെക്ടേഴ്സിൽ ഉള്ള സ്റ്റോക്സിൽ ആര് ഇൻവെസ്റ്റ് ചെയ്യും? ആ ഫണ്ടിന്റെ, സെക്ടറൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. സെബിന്റെ നിയമപ്രകാരം ഈ ഫണ്ടിലേക്ക് വരുന്ന അസറ്റ്സിന്റെ 80% ഈ സെക്ടറിലുള്ള ഫണ്ട്സിൽ തന്നെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ശരിക്കും ഒരു ചലഞ്ചാണ്. കാരണം ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അനുയോജ്യമായ സ്റ്റോക്സ് ഒരുപാട് ഉണ്ടാവണമെന്നില്ല. നമ്മൾ കുറച്ച് സെലക്ടഡ് സ്റ്റോക്സിൽ ആയിരിക്കും നമ്മുടെ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഒരു റിസ്ക് ഉണ്ട്, ഹൈ കോൺസെൻട്രേഷൻ റിസ്ക്. ആ ഒരു റിസ്ക് സെക്ടർ ഫണ്ട്സിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. കാരണം മെജോറിറ്റി അലോക്കേഷൻ നടക്കുന്നത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സിൽ, അത് ഒരു സെക്ടറിന്റെ അകത്തുള്ള കുറച്ച് സെറ്റ് ഓഫ് സ്റ്റോക്സിലാണ് മെജോറിറ്റി ഇൻവെസ്റ്റ്മെന്റ്സും നടക്കുന്നത്. നമുക്കിത് ICICI Prudential Pharma Health Care and Diagnostic ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ നോക്കി മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ടോപ്പ് 5 സ്റ്റോക്സ് നെറ്റ് അസറ്റിന്റെ 44%. അതുപോലെ തന്നെ ടോപ്പ് 10 സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ നെറ്റ് അസറ്റിന്റെ 67% ഇൻവെസ്റ്റ്മെന്റും ഈ 10 സ്റ്റോക്സിലാണ്. ഇതിനെയാണ് കോൺസെൻട്രേഷൻ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ റിസ്ക് ഈ സെക്ടറൽ ഫണ്ട്സിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സെക്ടറൽ ഫണ്ട്സ് എപ്പോഴും നന്നായി പെർഫോം ചെയ്യണമെന്നില്ല. ചില മാർക്കറ്റ് സൈക്കിളിലായിരിക്കും സെക്ടറൽ ഫണ്ട്സ് നന്നായി പെർഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ
എക്സാമ്പിൾ എക്കണോമി സ്ലോ ഡൗൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫാർമ സെക്ടർ, ഡിഫൻസീവ് സെക്ടർ ആയിട്ടുള്ള ഫാർമ സെക്ടറും അതുപോലെ തന്നെ FMCG സെക്ടേഴ്സും ഇതൊക്കെ മറ്റുള്ള സെക്ടേഴ്സിനെക്കാളും ഔട്ട് പെർഫോം ചെയ്യും. നേരെ മറിച്ച് എക്കണോമിക് റിക്കവറി ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമൊബൈൽ സ്റ്റോക്സ് അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്സ് അല്ലെങ്കിൽ സെക്ടേഴ്സ്, ഓട്ടോമൊബൈൽ സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഈ ഒരു സെക്ടർ മറ്റുള്ള സെക്ടേഴ്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഔട്ട് പെർഫോം ചെയ്യും. നിങ്ങളിപ്പോൾ ഈ ഗ്രാഫിൽ കാണുന്നത് ഹെൽത്ത് കെയർ സെക്ടറിന്റെ പെർഫോമൻസ് ആണ്. 2015 തൊട്ട് 2019 വരെയുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾ ഈ ഗ്രാഫിലൂടെ കാണുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും റിട്ടേൺസ് എല്ലാം നെഗറ്റീവ് ആണ്. അതായത് മാർക്കറ്റിനെ ഈ ഒരു സെക്ടർ അണ്ടർ പെർഫോം ചെയ്തു. പക്ഷേ 2020 പാൻഡമിക് ഉണ്ടായ സമയത്ത്, അതായത് നമ്മുടെ കൊറോണ വന്ന സമയത്ത് ഔട്ട് പെർഫോം ചെയ്തൊരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമ സെക്ടറാണ്. 61% റിട്ടേൺസ് ആണ് 2020 തന്നത്. അതുപോലെ തന്നെ 2021 21% റിട്ടേൺസ് ആണ് ഫാർമ സെക്ടർ തന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സെക്ടർ ഫണ്ട്സിന് ഒരു മാർക്കറ്റ് സൈക്കിൾ, ബിസിനസ് സൈക്കിൾ ഉണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ റിട്ടേൺസ് ഉണ്ടാവുക. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഈ ഒരു സീസണൽ ഫണ്ടിന്റെ അണ്ടറിൽ വരുന്ന മൂന്നാമത്തെ ഫണ്ട് ഏതാണെന്ന് നോക്കാം. തീമാറ്റിക് ഫണ്ടാണ്. അതായത് ഒരു പർട്ടിക്കുലർ തീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്സ്, ESG ഫണ്ട്സ്, എക്സ്പോർട്സ് ആൻഡ് സർവീസസ് ഫണ്ട്സ്, അങ്ങനെ ഒരുപാട് തീമാറ്റിക് ഫണ്ട്സ് ഉണ്ട്. എന്താണ് ഈ സെക്ടറും തീമാറ്റിക് ഫണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ്? തീമാറ്റിക്കിൽ പല സെക്ടേഴ്സും വരും. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എടുത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അതിൽ ഏതൊക്കെ സെക്ടേഴ്സ് വരും? ബാങ്കിങ് വരും, കൺസ്ട്രക്ഷൻ വരും, ട്രാൻസ്പോർട്ടേഷൻ വരും, സിമെന്റ് വരും. ഈ ഒരു സെക്ടേഴ്സ് ഒക്കെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ അകത്ത് വരും. അപ്പോൾ മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ഉണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സെക്ടറൽ ഫണ്ടിന്റെ അത്രയും റിസ്ക് തീമാറ്റിക് ഫണ്ടിനില്ല. പക്ഷേ ഓൾ സീസൺ ഫണ്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റിസ്ക് തന്നെയാണ്. സെക്ടർ ആൻഡ് തീമാറ്റിക് ഫണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിസ്ക് കുറവാണ്. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ തീം ഫണ്ടിന്റെ പെർഫോമൻസ് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ ഈ ഒരു ഫണ്ടിലുള്ള വോളറ്റിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ 2008 ജനുവരിയിൽ ഈ ഒരു ഫണ്ടിന്റെ NAV എന്ന് പറയുന്നത് 60.2 ആയിരുന്നു. 2008 മാർക്കറ്റ് ക്രാഷ് വന്നപ്പം ഇതിന്റെ NAV 22.3 ആയി. പിന്നീട് ഏകദേശം 6 വർഷം കഴിഞ്ഞാണ് ഈ ഒരു ഫണ്ടിന്റെ NAV തിരിച്ച് ആ ഒരു 60 റേഞ്ചിലേക്ക് എത്തുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളൊരു ലംസം ഇൻവെസ്റ്റർ ആയിരുന്നെങ്കിൽ ഈ 6 വർഷവും നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും. നിങ്ങൾക്ക് 6 കൂടുതൽ വർഷം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു ഇതിൽ നിന്നൊരു റിട്ടേൺസ്, ഈ ഒരു ഫണ്ടിൽ നിന്നൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇത്തരം ഫണ്ട്സിന് റിസ്ക് കുറച്ച് കൂടുതലാണ്, വോളറ്റിലിറ്റി കൂടുതലാണ്. ലോങ് ടേം ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും. ഷോർട്ട് ടേമിലേക്കൊന്നും ഒരിക്കലും ഇത്തരം ഫണ്ട്സ് പറ്റില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് സൈക്കിൾ അനുസരിച്ച് നമ്മൾ എൻട്രിയും എക്സിറ്റും ചെയ്യണം. ഓൾറൈറ്റ്, ഇനി വേറെ ഏത് ഫണ്ട്സ് ആണ് ഈ ഒരു സീസണൽ ഫണ്ടിന്റെ അണ്ടറിൽ വരിക? ഇന്റർനാഷണൽ ഫണ്ട്സ്. ഇന്റർനാഷണൽ ഫണ്ട്സ് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ ഇന്ത്യയിലല്ല, പുറം രാജ്യത്ത് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ്, ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്ത്. അതായത് നമ്മൾക്കറിയാം നമ്മൾ എന്തിനാണ് കുറെ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒറ്റ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും നമ്മളോട് പറയില്ല. നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പണം നിക്ഷേപിക്കാൻ പറയും. കാരണം നമുക്ക് റിസ്ക് കുറക്കാം, അല്ലെ? ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ റിസ്ക് കുറക്കും. പക്ഷെ നമ്മൾ എല്ലാ പണവും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ രാജ്യത്തിനൊരു റിസ്ക് ഇല്ലേ, അതെങ്ങനെ നമ്മൾ കുറക്കാൻ പറ്റും? അതെങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യ അല്ലാത്ത മറ്റു രാജ്യങ്ങളിലുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഈസി വേ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് വഴിയാണ്. ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫണ്ട് ഓഫ് ഫണ്ട്സ്. ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിൽ ETFസിൽ പോയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അതാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. പിന്നെ ആക്റ്റീവ് ഇന്റർനാഷണൽ ഫണ്ട്സ്. അതെന്തായിരിക്കും? ഇത്തരം ETFസിലും മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫണ്ട് മാനേജർ പിക്ക് ചെയ്യുന്നു ഇന്റർനാഷണൽ സ്റ്റോക്സ്. അദ്ദേഹത്തിന്റെ അനാലിസിലൂടെ പിക്ക് ചെയ്തിട്ട് നമ്മളുടെ പണം ആ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതാണ് ആക്റ്റീവ് ഇന്റർനാഷണൽ ഫണ്ട്സ്. ഇനി മൂന്നാമത്തത് ജിയോഗ്രഫി ബേസ്ഡ് ഫണ്ട്സ്. അതായത് ഒരു രാജ്യത്തെ സ്റ്റോക്സിൽ ഫോക്കസ് ചെയ്യുന്ന ഇന്റർനാഷണൽ ഫണ്ട്സ്. ഫോർ എക്സാമ്പിൾ USലെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ ഫണ്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ചൈനയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ ആണ് ഇഡൽവേസ് ഗ്രേറ്റർ ചൈന ഓഫ് ഷോർ ഫണ്ട്. അപ്പം അത് ചൈനയിൽ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്സിൽ ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ്. അപ്പോൾ ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റിസ്ക് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ആണ്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അവിടെ ഒരു റിസ്ക് ഉണ്ട്. പൈസ കൂടും കുറയൊക്കെ ചെയ്യും. അവിടെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയോ ഈ സീസണൽ ഫണ്ടിന്റെ അകത്ത്? കുറച്ച് ഫണ്ട്സും കൂടി നമ്മൾക്ക് ഇതിന്റെ അകത്ത് പറയാം. അതായത് NFOs, ന്യൂ ഫണ്ട് ഓഫേഴ്സ്. എന്താണ് NFOs? പുതിയതായിട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ടാണ് NFOs. അപ്പൊ നിങ്ങളിപ്പോൾ വിചാരിക്കും അതെങ്ങനെ എല്ലാ NFOസും സീസണൽ ഫണ്ട്സിന്റെ അണ്ടറിൽ വരിക, അല്ലേ? ഗുഡ് തോട്ട്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നോൺ ഡെവിൾ ഈസ് ബെറ്റർ ദാൻ ആൻ അൺനോൺ ഏഞ്ചൽ. NFOs പുതിയ ഫണ്ട്സ് ആണ്. അപ്പൊ നമ്മൾക്ക് അവരുടെ ഹിസ്റ്ററി അറിയില്ല, അവരുടെ പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡ് നമ്മുടെ കയ്യിലില്ല. അപ്പം ഇത്തരം ഫണ്ട്സിൽ കൂടുതൽ പണം ഇടുന്നത് നല്ലൊരു ഐഡിയ അല്ല. എപ്പോഴും പുതിയ കൺസെപ്റ്റിൽ ഒരു ഫണ്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പണം
പണം അലോക്കേറ്റ് ചെയ്യാണ്ട് കുറഞ്ഞ പണം അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഓൾറെഡി മാർക്കറ്റിൽ പ്രൂവ് ചെയ്ത മ്യൂച്വൽ ഫണ്ട്സ്, നല്ല ട്രാക്ക് റെക്കോർഡുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് NFOs ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. നമ്മളെപ്പോഴും എക്സൈറ്റഡ് ആവില്ല. എപ്പോഴാണ് പെട്ടെന്ന് പൈസ ആകുമ്പോൾ അല്ലെ, പെട്ടെന്ന് നല്ല റിട്ടേൺസ് ഒരു ചുരുങ്ങിയ കാലയളവിൽ കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പൈസ ആക്കലല്ല. നമുക്ക് ചെറിയ കാലയളവിൽ പൈസ കിട്ടുമ്പോഴാണ് നമുക്ക് എക്സൈറ്റ്മെന്റ്. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ സ്ലോ ആൻഡ് സ്റ്റഡി പലർക്കും ഭയങ്കര ബോറിംഗ് ആണ്. അപ്പം ഈ ബോറടി തരുന്ന കാറ്റഗറിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സീസൺ ഫണ്ട്സ്. ഓൾ സീസൺ ഫണ്ട്സ് നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കും, പക്ഷേ ഒരു സ്റ്റഡി സ്റ്റേറ്റ് റിട്ടേൺ നിങ്ങൾക്ക് ഓൾ സീസൺ ഫണ്ട്സ് കിട്ടും. സീസൺ ഫണ്ട്സ് അതിന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി മാർക്കറ്റ് സൈക്കിളും ബിസിനസ് സൈക്കിളും ഒക്കെ നോക്കി മനസ്സിലാക്കി ഡൈനാമിക്കലി മാനേജ് ചെയ്ത് സീസൺ ഫണ്ട്സിന്റെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഒരു ഗിവൺ മാർക്കറ്റ് സൈക്കിളിൽ നന്നായി പെർഫോം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ സീസണൽ ഫണ്ട്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ സീസൺ ഫണ്ട്സിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് ഒരു 20 to 30% അലോക്കേഷൻ സീസണൽ ഫണ്ട്സിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഓൾ സീസൺ ഫണ്ട്സിൽ ഒരു 70 to 80% അലോക്കേഷൻ നടത്തുക. സീസണൽ ഫണ്ട്സിൽ 20 to 30% നിക്ഷേപിക്കാം. ഇതിനെ കോർ ആൻഡ് സാറ്റലൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയും. അതായത് കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മെയിൻ ആയിട്ടുള്ള സാധനം നിങ്ങൾ ഓൾ സീസൺ ഫണ്ട്സിൽ ഇട്ടു. സാറ്റലൈറ്റ് ആണെന്ന് കുറച്ച് സൈഡായിട്ട് നിങ്ങൾ ഓൾ സീസൺ ഫണ്ട്സ് ഇട്ടു, ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സ്ട്രാറ്റജിയിൽ മ്യൂച്വൽ ഫണ്ട്സിൽ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഫണ്ട്സ് സെലക്ട് ചെയ്യുക. നല്ല ഫണ്ട്സ് സെലക്ട് ചെയ്യലല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല ഫണ്ട്സ് വേണം. നിങ്ങളുടെ ഗോൾസ് മനസ്സിലാക്കിയിട്ട് ഫണ്ട്സ് സെലക്ട് ചെയ്യണം. ഗോൾസിന് പറ്റിയ നല്ല ഫണ്ട്സ്. ഇപ്പൊ നിങ്ങൾക്കൊരു 3 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ല വോളറ്റിലിറ്റി കൂടുതലുള്ള ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് കിട്ടണമെന്നില്ല. അപ്പം നമ്മളുടെ ഗോൾസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഫണ്ട്സ് സെലക്ട് ചെയ്തിട്ട് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡെറ്റ് ഫണ്ട്സിനെ പറ്റി സംസാരിക്കാം. ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫണ്ട്സ് ആണ് ഡെറ്റ് ഫണ്ട്സ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.